മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നുവെന്ന മാമിയുടെ ഡ്രൈവർ രജിത് കുമാർ. വീടിന് മതിൽ ചാടിക്കടന്ന അർദ്ധരാത്രിയിലും അന്വേഷണ സംഘം വീട്ടിലെത്തി. നിരന്തരമായി ചോദ്യം ചെയ്യൽ ജോലിക്ക് പോകുന്നതിന് തടസ്സമാകുന്നുണ്ട് എന്നും രജിത് കുമാർ പറഞ്ഞു. അതേസമയം രജിത് കുമാറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അന്വേഷണ സംഘം തനിക്കും കുടുംബത്തിനും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു. തന്റെ ഫോണിലേക്ക് വിളിക്കുന്നവരെ പോലും ബുദ്ധിമുട്ടിക്കുന്നു. ഇങ്ങനെ പോകുന്നു മാമിയുടെ ഡ്രൈവർ രജിത് കുമാറിന്റെ ആരോപണങ്ങൾ. ഞങ്ങളാണെങ്കിലും ഒരാളെ ഫോൺ ചെയ്താലും അവരെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ വല്ലാതെ വേട്ടയാടുകൊണ്ടാണ്. ഇപ്പോൾ അവസാനം എൻ്റെ മക്കളെ വരെ വേട്ടയാടുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം വന്നത് ഞങ്ങൾക്ക് പിന്നെ വേറെ നിവൃത്തിയിട്ടില്ല. അവസാനമായി മാമി ഭാര്യയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. ഇത് പോലീസാണ് തന്നോട് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അന്വേഷണം നടക്കുന്നില്ല. ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് ജയിലിട്ട് അടച്ചോട്ടെ, എല്ലാം പ്രയാസമില്ല. തെറ്റ് ചെയ്യാതെ എങ്ങനെ ഈ പീഡനം അനുഭവിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളില്ല, ആരുമില്ല, മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അതേസമയം രജിത് കുമാറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും 25 വർഷത്തിലേറെ മാവിയുമായി അടുത്ത ബന്ധമുള്ള രജിത് കുമാറുടെ അല്ലാതെ അന്വേഷണം മുന്നോട്ട് പോകില്ലെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. മീഡിയ 1 കോഴിക്കോട്.